നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. നമ്മൾ കൂടുതലായിട്ടുള്ള ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പേടിക്കണം, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കണം, എല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് കാര്യം, ഞങ്ങളുടെ മുസ്ലിംസിൻ്റെ ഇടയിൽ കൂടുതൽ ആളുകൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് പലിശയായി ബന്ധപ്പെട്ട ഒരു കേസാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ എടുക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് അവർ വളരെ സങ്കടത്തോടെ നമ്മൾ വിളിച്ച് പറയാറുണ്ട്, എനിക്ക് എടുക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ നിബന്ധനകൾ, അത് നമ്മുടെ മതത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് എന്തായാലും അത് വേണ്ട, എന്തെങ്കിലും വരാണെങ്കിൽ വരുന്ന സമയത്ത് കാണാം എന്നുള്ള രീതിയിലാണ് കൂടുതൽ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്കിതൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും പലിശയായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഭവമേ അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഉള്ളിൽ ഒരു വർഷത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000, 20,000, 25,000 രൂപ നമ്മളെന്നുണ്ടെങ്കിൽ മുടക്കി ഇട്ടാൽ ഒരു കാരണവശാലും നമ്മൾക്ക് അത് തിരിച്ച് ആ പൈസ കിട്ടില്ല. നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ലക്ഷത്തിൻ്റെ കവറേജ് ആണോ നമുക്ക് കിട്ടുന്നത് അത് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിട്ട പൈസയുടെ കൂടുതലായിട്ട് പലിശ നമുക്ക് തിരിച്ച് കിട്ടില്ല. അതേപോലെ നമ്മൾ പറഞ്ഞ ഒരു വ്യക്തി 10 വർഷം ഈ പോളിസിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയി എന്നിരിക്കട്ടെ, ഈ 10 വർഷം അവർ കഴിഞ്ഞാലും അവർക്ക് 1 രൂപ പോലും ഇൻഷുറൻസ് കമ്പനി പലിശ ഇനത്തിൽ കൊടുക്കുന്നില്ല. അവർക്ക് ആകെപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് അവരുടെ ഹെൽത്തിന് ഇൻഷുറൻസ് കമ്പനി സപ്പോർട്ട് ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്വം മാത്രമുള്ളൂ ഹെൽത്ത് ഇൻഷുറൻസിന്. ഒരു വ്യക്തി ഈ പോളിസിയിൽ അംഗമായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ, നിലവിലെ ഒരു 10 ലക്ഷം രൂപയുടെ കവറേജ് ആണ് ആ വ്യക്തി എടുത്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമെന്നോ അല്ലെങ്കിൽ അപകടം പറ്റുമെന്നോ ഇനി അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പറ്റിയാൽ തന്നെ അവർക്കെന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ബാക്കിൽ ഒരു ക്യാഷ് ആയിട്ട് ഒരു വ്യക്തി നിൽപ്പുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ അപകടം വന്നാലോ വേറെ എന്തെങ്കിലും ആശുപത്രിവാസങ്ങൾ വന്നാലോ അവർക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. അവർക്ക് അന്നത്തെ ആ സമയത്തുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, എന്തെങ്കിലും അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്താൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കിഡ്നി പേഷ്യൻ്റ് ആയ ഒരു വ്യക്തി എന്ന് വിചാരിക്കട്ടെ. ഈ കിഡ്നി പേഷ്യൻ്റ് ആയ വ്യക്തിക്ക് ഡയാലിസിസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ആഴ്ചയിൽ 3 എണ്ണം വെച്ച് മിനിമം ചെയ്യേണ്ടി വരും. ഒരു നമ്മളുടെ രാജഗിരി ആശുപത്രി പോലുള്ള വലിയ ആശുപത്രിയിലാണ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ഡയാലിസിസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു ഡയാലിസിസിന് 2,500 രൂപയോളം വരും. അത് ആഴ്ചയിൽ 3 എണ്ണം എന്തായാലും ചെയ്യണം. അപ്പോൾ 2,500 × 3 7,500 രൂപ. അത് ഒരു മാസമാകുമ്പോൾ 7,500 × 4, അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000 രൂപയോളം അവർക്ക് ഒരു മാസം ഒരു കിഡ്നി കംപ്ലൈൻ്റ് ആയ ഒരു വ്യക്തിക്ക് ചികിത്സാ ചെലവ് വരും. പക്ഷേ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തിക്ക് ഈ പൈസ കമ്പനിയാണ് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷനായി കിടക്കേണ്ട ഒന്നും കാര്യമില്ല. ആ വ്യക്തിയുടെ ലൈഫ് ലോങ്, അയാൾ എത്ര വർഷം വരെ ജീവിക്കുന്നുണ്ടോ ആ സമയം വരെ ഈ കമ്പനി അദ്ദേഹത്തിന് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ പറ്റും. അതേപോലെ തന്നെ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ക്യാൻസർ വന്നു എന്ന് വിചാരിക്കട്ടെ. ഈ ക്യാൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കീമോതെറാപ്പി ചെയ്യേണ്ടി വരും. ഈ കീമോ കൊടുക്കുന്നത് പണ്ടൊക്കെ നമുക്ക് കൊടുക്കുന്നത് ഒരു വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം എന്ന് പറഞ്ഞെങ്കിൽ ഒരു 10,000 രൂപ 15,000 രൂപയ്ക്ക് വരെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കീമോയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000, 40,000, 50,000, 60,000 ഒക്കെയാണ് ഒരു കീമോയ്ക്ക് വരുന്നത്. അത് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ വരെ നമുക്ക് കുടിക്കാനായിട്ടുള്ള രീതിയിൽ കീമോ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീമോക്ക് 70,000 രൂപ വരെ ആണെങ്കിൽ, ചിലപ്പോൾ ഒരു ഡോക്ടർ ഒരു ക്യാൻസറായിട്ട് ഡിറ്റക്ട് ചെയ്ത ഒരു വ്യക്തിക്ക് ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 എണ്ണോ 30 എണ്ണോ 40 എണ്ണോ അത് ആ അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു വ്യക്തിക്ക്, സാധാരണക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട പൈസയുള്ള ടീം ആയിക്കോട്ടെ, അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തിൽ 1-2 കീമോ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000, 60,000 വെച്ച് ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപ വരും?
ആ വ്യക്തി എത്രയോ അധ്വാനിച്ച് അവരുടെ വാഹനം വാങ്ങിക്കാനോ, അതല്ല എങ്കിൽ വീട് വാങ്ങിക്കാനോ, അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാനോ, അതല്ല എങ്കിൽ വേറെ പല ഉദ്ദേശത്തോടു കൂടി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പൈസ ആ വ്യക്തി എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അതുവരെ മുന്നോട്ട് ആ ട്രീറ്റ്മെന്റ് ചെലവ് കൊണ്ടുപോകേണ്ടി വരും. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ സമ്പത്ത് ഉണ്ടാകും. ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോ കുടുംബത്തിനോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അത് സ്ഥിരമായിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് വളരെയേറെ പ്രയാസം വരും. വീട്ടുകാർക്കും പറയാൻ പറ്റിയില്ല എങ്കിലും അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ചികിത്സാ ചെലവ് ഭാരിച്ചതായതുകൊണ്ട് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ കുടുംബത്തിൽ വരും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊരു പലിശയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസ് ആണ് എന്ന് വിചാരിച്ചിട്ട് സാധാരണ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് അതായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്തത്. പലിശ എന്ന് പറയുന്നത് നിങ്ങൾ ലൈഫായിട്ടുള്ള രീതിയിലുള്ള ഇൻഷുറൻസുകൾ വരുന്ന സമയത്ത് അതിനുള്ള പലിശ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാം. കാരണം അതിനൊരു ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് അതിനെന്ന് പറഞ്ഞെങ്കിൽ റിട്ടേൺ കിട്ടുന്നതും കാര്യങ്ങളെല്ലാം. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ഒരിക്കലും പലിശയായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് തീർത്ത് പറയാൻ കാരണം നമ്മൾ അടക്കുന്ന പൈസ ഒരു കാരണവശാലും നമുക്ക് തിരിച്ചു കിട്ടില്ല. ക്യാഷായിട്ട് നമുക്ക് കിട്ടുകയേയില്ല. ആ വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിൽ അസുഖങ്ങൾ വന്നാലോ അപകടം വന്നാലോ അത് തരണം ചെയ്യുന്നതിനുള്ള മാത്രമുള്ള പൈസയാണ് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് ആകെപ്പാടെ ബുദ്ധിമുട്ടായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കണോ വേണ്ടോ എന്നുള്ള ചിന്തയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിനെ പുറത്ത് ദുഃഖിച്ചിരിക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അതായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏറ്റവും നല്ലത്.